നമസ്കാരം, ഞാൻ ശ്രീജിത്ത്. യു ആർ വാച്ചിങ് ഫ്യൂഷൻ കുസൈൻ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാലക് റൈസാണ്. പാലക് എങ്ങനെ ബോയിൽ ചെയ്യുന്നുള്ള വീഡിയോ, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് കാണാം. ഇപ്പോൾ നമുക്ക് പാലക്ക് വളരെ ഫൈനായിട്ട് അരച്ചെടുക്കാം. നമ്മൾ നേരത്തെ നല്ലപോലെ ബോയിൽ ചെയ്ത കാരണമാണ് ഈ കളർ കറക്റ്റായിട്ട് കിട്ടാൻ കാരണം. അപ്പോൾ ആ മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ആദ്യം ചൂടായ എണ്ണയിലേക്ക് ജീരകം ഇട്ട് പൊട്ടിക്കുക, അതിൽ ഗാർലിക്കും ആഡ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച 4 സബോള, ചെറിയ സബോള, ഏകദേശം ഒരു 100 ഗ്രാമോളം സബോള ആഡ് ചെയ്തെടുത്ത് ജസ്റ്റ് സോട്ട് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ ലേശം ഉപ്പ്, ഒരു 1/4 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 20-25 ഗ്രാമോളം നമ്മൾ സ്കിൻ റിമൂവ് ചെയ്ത് പീനട്ട്, അതായത് കപ്പലണ്ടിയും ആഡ് ചെയ്ത് കൊടുക്കുക. റോസ്റ്റഡ് ആണ്, അതുകൊണ്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അധികം. 2 പച്ചമുളക് ഇടുക, ഒരു 50 ഗ്രാം ഗ്രീൻ പീസ് ഇടുക. ഗ്രീൻ പീസ് ഞാനിത് പച്ച ഗ്രീൻ പീസ്, അതായത് ഫ്രഷ് ഗ്രീൻ പീസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടി. അതിൻ്റെ ഒപ്പം പേരിന്, അതായത് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഗരം മസാലയും ഒരു 1/4 സ്പൂൺ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് സോട്ട് ചെയ്ത് ആ മസാലകളുടെ റോ സ്മെല്ലൊന്ന് പോവാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ജസ്റ്റ് സോട്ട് ചെയ്യുക. ഇത് ഒന്ന് സോട്ടായി വരുന്നതോടു കൂടി തന്നെ നമുക്ക് ഇതിലേക്ക് പാലക്ക്, നേരത്തെ അരച്ച് വെച്ച പാലക്കിന്ന് 2 സ്പൂൺ പാലക്ക് ആഡ് ചെയ്യാം. കുറച്ചുകൂടി ഒരു 2-2.5 സ്പൂൺ പാലക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പാലക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് ലേശം ഒന്ന് ഫ്രൈ ആയിക്കോട്ടെ. അധികം ഫ്രൈ ആവണ്ട, കാരണം അധികം ഫ്രൈ ആയി കഴിഞ്ഞാൽ പാലക്കിൻ്റെ ആ ഗ്രീൻ കളർ നമുക്ക് നഷ്ടപ്പെടും. ഓക്കെ, അതിലേക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. പാലക്ക് ഫ്രഷ് ബോയിൽ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ബോയിൽ ചെയ്ത് വെള്ളത്തിൻ്റെ സ്റ്റോക്ക് വാട്ടർ എടുത്ത് വയ്ക്കാം. ഞാനിപ്പോൾ ബോയിൽ ചെയ്ത് 2 പാർട്ടായിട്ട് ഉണ്ടാക്കുന്ന കാരണം പകുതി എടുത്തിട്ടുള്ളൂ. ബാക്കി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്ടർ തന്നെ ആഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. വെള്ളം തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ അവരവർക്ക് താല്പര്യത്തിനനുസരിച്ച് അത് ചെയ്യാം. അപ്പോൾ ഈ ഗ്രീൻ പീസും കപ്പലണ്ടിയും ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കാവട്ടെ. അതിന് വേണ്ടി ഇടാം. നമുക്ക് മസാല ഉപ്പും കാര്യങ്ങളൊന്നും ഉണ്ടോ ചെക്ക് ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. ഉപ്പ് അത്യാവശ്യത്തിനുള്ള ഗ്രേവിക്കുള്ള, അതായത് നമ്മൾ ഗ്രേവിക്കുള്ള ഉപ്പായുണ്ട്. നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം റൈസ്. ഇത് ഞാൻ ലോങ് റൈസ്, ബാസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്, ഇന്ത്യ ഗേറ്റിൻ്റെ. ലോങ് റൈസ് ഏത് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, ഇതിലേക്ക് കുറച്ച് ബട്ടർ കൂടിയിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഫൈൻ. നല്ലപോലെ ഒന്ന് ഡ്രൈ ആയിക്കോട്ടെ നമ്മുടെ റൈസ്. നല്ല ബട്ടറിൻ്റെ ഫ്ലേവർ വരുന്നുണ്ടാണ്. ബട്ടറിൻ്റെ ആ ഫ്ലേവർ തന്നെ നമുക്ക് ഈ ഫുഡിൻ്റെ റെസിപ്പീനെ വേറെ ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, പാലക്കിൻ്റെ കളറ്, ഗ്രീൻ പീസിൻ്റെ കളറ്, അതിൻ്റെ ഒപ്പം നമ്മൾ പീനട്ട് കപ്പലണ്ടിയുടെ കളറൊക്കെ കൂടിയിട്ട് നല്ല ഭംഗിയുണ്ട് നമ്മുടെ റൈസ് കാണാനായിട്ട്. അപ്പോൾ പാലക് റൈസിൻ്റെ ഉപ്പും എരിവൊക്കെ നമുക്ക് നോക്കാം. മട്ടർ, അതായത് ഗ്രീൻ പീസൊക്കെ നന്നായി കുക്കായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്കിത് പ്ലേറ്റ് ചെയ്യാം. ഈ പാലക് റൈസിലേക്ക് ഏറ്റവും അടിപൊളി കോമ്പിനേഷനാണ് ഈ ക്രിസ്പി സ്പൈസി കുറുക്ക്. എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു സ്നാക്ക് തന്നെയാണ് ഇതിൻ്റെ ഒപ്പം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പാലക് റൈസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറക്കാതെ എല്ലാവരും വീട്ടിൽ മടി കൂടാതെ ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.